Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 4ൻ്റെ എപ്പിസോഡ് 12ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഈ വീഡിയോക്ക് ഒരു 1000K ലൈക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ടാർഗറ്റ് വെക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൊണ്ട് ഈസി ആയിട്ട് തന്നെ അത് അച്ചീവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇപ്പം തന്നെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഞങ്ങൾ അടിച്ച് പൊട്ടിച്ചേക്ക്. സോ അധികമൊന്നും പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, നിങ്ങൾക്ക് പലർക്കും ഈ ഡിക്കാത്തനും ആലക്രയും ആശ്വാസും എപ്പിയത്തിസും വിട്രയും അങ്ങനെ പല പല ഡൗട്ട്സ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പെട്ടെന്നാണ് ഒത്തിരിയധികം ഇൻഫോർമേഷൻ എല്ലായിടത്തും വന്നത്. സോ അതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് ഡൗട്ട് ആക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു 2-3 മിനിറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കേട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇത് മാനുവൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, ഇത് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പോയിന്റ് വൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ നിങ്ങൾക്ക് സ്റ്റോറി പ്രോപ്പർലി ഒന്ന് മനസ്സിലാകാനായിട്ട് ആദ്യം തന്നെ ഈ ഒരു വേൾഡിൽ 2 കോണ്ടിനെന്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഡിക്കാത്തൻ, മറ്റേതാണ് ആലക്രിയ. ആൻഡ് ഈ ഡിക്കാത്തനിലും ആലക്രിയയിലുള്ളത് ലെസർ ബീങ്സ് ആണ്. ഇതിൽ തന്നെ ഡിക്കാത്തനിലാണ് എൽസ്, ഡാവ്സ് ആൻഡ് ഹ്യൂമൻസ് ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന കുറച്ചുകൂടെ ഹയർ ബീങ്സ് ആണ്. അവരാണ് ആഷുറാസ് എന്ന് വിളിക്കുന്നത്. അവരുടെ ഹോം ടൗൺ ആണ് എപ്പിയോത്തിയസ്. ആൻഡ് ഈ എപ്പിയോത്തിയസിലാട്ടെ 3 മേജർ റേസസ് ഉണ്ട്. അതിലൊന്നാണ് ബാസിലേസിക് റേസ്, രണ്ടാമത് ഇന്ദ്രേത്ത് റേസ്, മൂന്നാമത്തെ റേസിനെ പറ്റി കറന്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ആൻഡ് ഈ 3 റേസിലായിട്ട് മൾട്ടിപ്പിൾ ഉള്ള ക്ലാൻസ് ഉണ്ട്. ഈ ക്ലാൻസിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് ക്ലാൻസിനുണ്ട്. അവരാണ് ഹയർ 8 എന്ന് പറയുന്നത്. അതിലായിട്ട് 8 മെയിൻ ആയിട്ടുള്ള ക്ലാൻസ് ഉണ്ട്. പിന്നെ പറയേണ്ടത് ഈ ബാസിലിസ്ക് റേസ് ഉണ്ടല്ലോ, അതിലെ ഒരു ക്ലാനാണ് വിട്ര ക്ലാൻ. ഈ വിട്ര ക്ലാൻ എന്ന് പറയുന്നത് കൂടുതലും ബുദ്ധിജീവികളാണ്. അതായത് ഈ സയന്റിസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റില്ലേ, അവർ ഈ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാറുണ്ട് മാനയിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അഗ്രോൺ എന്ന് പറയുന്ന ഒരുത്തൻ ഈ വിട്ര ക്ലാൻ്റെ ലീഡറായിട്ട് വന്നത്. പുള്ളിക്കാരൻ ലീഡറായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ഓത്ത് ബ്രേക്ക് ചെയ്തു പുള്ളിക്കാരൻ നേരെ ആലക്രയിലേക്ക് വന്നു. അതായത് ഒരു കോണ്ടിനെൻ്റ് അടുത്തിലേക്ക് വന്നു. അവിടെയുള്ള ലെസർ ബീങ്ങിൻ്റെ മേലെ പുള്ളിക്കാരൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ആലക്ര എന്ന് പറയുന്ന കോണ്ടിനെൻ്റ് ടോട്ടലി അവൻ്റെ കൺട്രോളിലാകുകയുണ്ടായി. അത് മാത്രമല്ല അഗ്രോണ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ ശരിക്കും സ്ട്രോങ്ങറായി മാറി. എന്നാൽ ഇതെല്ലാം അറിഞ്ഞ ബാക്കിയുള്ള ക്ലാൻസിന് ദേഷ്യം വരെയും അവരായിട്ട് അഗ്രോണനെ കൊല്ലാൻ തീരുമാനിക്കേണ്ടായി. അവിടെയാണ് നമ്മുടെ ലേഡി സിൽവി വരുന്നത്. അതായത് നമ്മുടെ സിൽവിയുടെ അമ്മയും തന്നെ ആദ്യം രക്ഷിക്കുന്ന ആ ഒരു ഡ്രാഗനും. പുള്ളിക്കാരിയും കുറച്ചധികം എലൈറ്റായുള്ള ഡിവിഷനും, അതായത് ആശ്വാസിലെ കുറച്ചധികം എലൈറ്റ് ഡിവിഷനുമായിട്ട് അഗ്രോണിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് നോക്കി. ഈ സമയത്ത് ഇന്ദ്രജിത്ത് ക്ലാനിന്റെ ലീഡറായുള്ള ലോർഡ് ഇന്ദ്രജിത്താട്ടെ അത് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് അറിയാതെ ഇവൾ അവിടേക്ക് ചെന്നു. പക്ഷേ അഗ്രോണായിട്ട് ശരിക്കും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഒരു ബിഗ് ബാൽസിക് ആർമിയായിട്ടാണ് പുള്ളിക്കാരൻ ആലക്രയിൽ അവളെയും കത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ലേഡി സിൽവിനെ ബാക്കിയുള്ള ആശ്വാസിനെ എല്ലാം പുള്ളിക്കാരൻ ക്യാപ്ചർ ചെയ്യുകയുണ്ടായി. അവിടുന്ന് ലേഡി സിൽവി രക്ഷപ്പെടുകയും ബാക്കിയുള്ള ആശ്വാസിനെ പുള്ളിക്കാരൻ ക്യാപ്ചറും ചെയ്തു. പിന്നെ നമ്മുടെ ലേഡി സിൽവി അവിടുന്ന് രക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ ആർത്തറിനെ കാണുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ. സോ ബാക്കിയുള്ള ആശ്വാസിന് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രോണ ഈ ആലക്രയിലുള്ള ലെസർ ബീങ്സ് ഉണ്ടല്ലോ, അവരെ ഈ ആശ്വാസനം കൂടെ ഇന്റർ ബ്രീഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവന് നല്ല സ്ട്രോങ് ആയുള്ള ആർമീനെ പ്രോസസ് ചെയ്യാനുണ്ടായി. സോ ഇപ്പം അങ്ങനെ ഇന്റർ ബ്രീഡ് ചെയ്ത് അവന് ഒരു ഹ്യൂജ് ആയുള്ള പവർഫുൾ ഉള്ള ആർമി തന്നെയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നേരെ ഈ ഇന്ദ്രത്തിനെ കാണാൻ വന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറയുകയും ചെയ്തു ലേഡി സിൽവിനെ അവൻ പിടിക്കെ അവളെ കൊന്നും കളഞ്ഞെന്നു. സോ ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ ലോർഡ് ഇന്ദ്രത്തിന് നന്നായിട്ട് ദേഷ്യം വരെ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ള ക്ലാൻസ് ആട്ടെ അതിനെ എതിർക്കുകയുണ്ടായി. കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ബാലൻസ് തന്നെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായി. അങ്ങനെ അവരുടെ ഒരു പുതിയ ഓത്ത് വെക്കുകയുണ്ടായി. സോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു ആശ്വാസം പോലും ഡയറക്റ്റ്ലി അങ്ങോട്ട് ഫൈറ്റ് ചെയ്യത്തില്ല, പരസ്പരം ഫൈറ്റ് ചെയ്യത്തില്ല. സോ ഇത്ര മാത്രമാണ് നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമ്മുടെ അഗ്രോണ ബാക്കിയുള്ള ലെസർ ബീങ്സ്, ആലക്രയിലെ ലെസർ ബീങ്സിനെ കൊണ്ട് നമ്മുടെ ഡിക്കാത്തനെ അറ്റാക്ക് ചെയ്ത് അതും പുള്ളിക്കാരൻ്റെ കയ്യിൽ വെക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആശ്വാസ് ഇപ്പം ഡിക്കാത്തൻ്റെ കൂടെ നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വാർ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുവാണ്. സോ ഇനി നമുക്ക് നേരെ എന്തായാലും വീട്ടിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുറക്കാൻ നിർത്ത് പറയുന്നുണ്ട്, എടാ ഒന്ന് വെയിറ്റ് ചെയ്തേ, എനിക്കൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ആർത്തർ, നീ എന്താണ് സംസാരിക്കുന്നത്? വേറെ ലോകത്ത് നിന്നോ? നീ ഓക്കെ അല്ലേ? നീ എന്താണ് ഇത് പറയുന്നത്? ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? നിന്റെ ടീച്ചറാണോ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? അമ്മ, അല്ല, എൻ്റെ ടീച്ചറിന് ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ എനിക്ക് പറഞ്ഞു തരുമെന്ന് അറിഞ്ഞൂടാ. ഇതെന്ത് ഫിനോമിനാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഏകദേശം ഒരു റീഇൻകാർണേഷൻ പോലെയാണ്. റീഇൻകാർണേഷനോ? ആർത്തർ, നീ എന്താണ് ഈ പറയുന്നത്? നിനക്കെല്ലാം പറ്റിയോ? ആ ടൈമിൽ റേ കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, ഹണി, തൽക്കാലം അവൻ സംസാരിക്കട്ടെ. ആ ടൈമിൽ തന്നെ അവൻ്റെ മുഖവും ഭാവവും എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. തന്നെ ആ ഒരു പ്രഷർ മനസ്സിലാകുന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ആർത്തറിന് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവൻ്റെ കഴിഞ്ഞ ജന്മത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കുകയുണ്ടായി. ഈ സമയത്ത് നമ്മുടെ റേ ആട്ടെ കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അവൻ്റെ സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട്. പക്ഷേ അവനാട്ടെ കംപ്ലീറ്റ്ലി എക്സ്പ്രഷൻ പോലും ഇല്ലാതെയാണ് നിന്നിരുന്നത്. ഇതെല്ലാം കേട്ടോണ്ടിരുന്ന നമ്മുടെ ആലീസ് ആട്ടെ കംപ്ലീറ്റ്ലി ഷോക്കായി അവിടെ നിന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. നമ്മുടെ റേ പറയുകയും ചെയ്യും, കിങ് റേ, സോ നിന്റെ ടാലൻറ്റും ഈ മാജിക്കും ഇതെല്ലാം അതെ കഴിഞ്ഞ ലോകത്ത് ഒരു കീ സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ മാന പോലെ തന്നെയാണ്. അതൊക്കെ വെച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഫൈറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? പെട്ടെന്ന് ആലീസ് പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങി. അവളാട്ടെ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അല്ല ഇതെല്ലാം ഒരു തമാശയല്ലേ? അവനെൻ്റെ മകനല്ലേ? അല്ല റേ, നിനക്ക് മനസ്സിലായില്ലേ ഇതൊരു തമാശയാണെന്ന്? എടാ ഇതൊരു തമാശയല്ലേ? ആർത്താർ, നീ എന്തുവാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും തമാശ പറയാൻ പാടില്ല കേട്ടോ. നീ ഒരു രാജാവായിരുന്നോ? നീ മരിച്ചു കഴിഞ്ഞ് നീ ഇവിടേക്ക് വന്നെന്നോ? എൻ്റെ വയറ്റിൽ ജനിച്ചെന്നോ? അല്ലേ ഇതെല്ലാം ഒരു തമാശയല്ലേ? ആത്രാട്ടെ കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ട് അവൻ്റെ മുഖം മാറ്റിയിട്ട് പറയും ചെയ്യും, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തുവാണ് പറയേണ്ടതെന്ന്. പക്ഷേ ഇതൊരു തമാശയല്ല. അത് കേട്ടപ്പോൾ അവളാട്ടെ ബാക്കിലേക്ക് വീണുപോയി. ആർത്തറിനെ പറ്റിയുള്ള ഓർമ്മകൾ എല്ലാം അവളുടെ തലയിലേക്ക് വന്നു. അല്ല അല്ല ഇങ്ങനെ വരാൻ പാടില്ല. ഏ നീ എന്താണ് പറയുന്നത് റേ? നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ മകൻ എന്തോ അസുഖമുണ്ട്, അല്ലാതെ അവനെങ്ങനെ? അല്ല ഇങ്ങനെയൊന്നുമല്ല. ആ ടൈമിൽ തന്നെ അവൾ പരസ്പര ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആർത്തറിന് എന്ത് പറയണമെന്ന് അറിയാമല്ലാഞ്ഞുകൊണ്ട് തന്നെ അവനട്ടെ അവിടുന്ന് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് പുറത്ത് പോയി കുറച്ച് നേരം അനിയത്തിനോട് ഇരിക്കും. പെട്ടെന്ന് അറിയാവുന്നിട്ട് പറയുകയും ചെയ്യും, എലി നീ ഒരു കാര്യം ചെയ്യോ, തൽക്കാലം നീ അമ്മയുടെ കൂടെ ഒന്ന് പോയിരിക്കോ, ഞാനിപ്പോൾ വരാമെന്ന് പറയും. ഈ ടൈമിൽ തന്നെ എലിയാട്ടെ നേരെ ഓടിപ്പോവുകയും ചെയ്യും. പെട്ടെന്ന് അവളൊരു സ്ഥലത്ത് നിൽക്കും. എന്നിട്ട് നേരെ തിരിച്ചു പോയി തന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയും ചെയ്യും, അതുകൊള്ളാം, നീ എന്നെ കംഫർട്ട് ആക്കുവാണോ? എന്തായാലും ചേട്ടൻ പോകുമെന്നറിയാം, ചേട്ടൻ പോയാൽ എന്തായാലും ജീവനോടെ തിരിച്ചു വരുമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പോയിട്ട് വരാൻ പുള്ളിക്കാരി പറയുകയും ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റേയും ആർത്തറും കൂടെ മുന്നിലേക്ക് നടക്കുവാണ്. ഈ ടൈമിൽ തന്നെ റേ പറയുന്നത്, നിന്റെ അമ്മ എന്തായാലും ഉറങ്ങി. ആ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരി ഫുള്ളി ഷോക്ക്ഡാണ്, എന്ത് പറയണമെന്നറിയാൻ മേല. അപ്പോൾ നിങ്ങളെന്നെ വിശ്വസിക്കുന്നുണ്ടോ? നിനക്കെന്തായാലും ഇതിനെപ്പറ്റി കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ എല്ലാം ഒന്ന് സെൻസിലേക്ക് വന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ നേരത്തെ തന്നെ ബ്രില്യൻ്റ് ആയിരുന്നു, ഒരു കിടിലം ഫൈറ്റർ ആയിരുന്നു, ഒരു മേജായിരുന്നു. ഇതെല്ലാം ഇപ്പോഴാണ് ഓക്കെ ആയത്. അല്ല നീ ഓക്കെ ആണോ? നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഓക്കെ ആണെന്നോ? ഞാൻ ഓക്കെ അല്ല. നീ ആർത്തറാണോ ക്രിയ ആണോന്ന് ആർക്കറിയാം? ഞാൻ ഓക്കെ ഒട്ടുമല്ല. ഇത്ര നാളുള്ള മെമ്മറീസ്, ഇത്ര നാൾ ഞാൻ വളർത്തിയ എൻ്റെ മകൻ ഒരു വലിയൊരാളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് ഇതെങ്ങനെ പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും? ചുരുക്കം പറഞ്ഞാൽ എന്നെക്കാട്ട് മൂത്ത ഒരാളെയാണ് എൻ്റെ മകൻ എന്ന രീതിയിൽ, ഒരു 13 വയസ്സുകാരൻ എന്ന രീതിയിൽ ഞാൻ ഇത്ര നാൾ വളർത്തിയത്. നിന്റെ അമ്മയാ, നീ ഒരു കൊച്ചു കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിന്നെ ശുശ്രൂഷിച്ച്, അതൊരു കേളവനെയായിരുന്നല്ലോ അവൾ ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ അവിടെ ഒരു വലിയ ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയും ചെയ്യും, എന്നോട് ക്ഷമിക്കും, പക്ഷെ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. നീ എൻ്റെ ശരിക്കുള്ള മകനാണോ? നീ റീഇൻകാർണേറ്റ് ചെയ്തപ്പോൾ നീ എൻ്റെ മകനെ വല്ലതും ചെയ്തോ, അതോ വേറെന്തെങ്കിലും? ആ ടൈമിൽ തന്നെ തന്നെ പറയാൻ ഉത്തരവൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് റേ ഒന്ന് തണുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും ചെയ്യും, എന്നോട് ക്ഷമിക്ക്, ഞാൻ അങ്ങനെ പറയണമെന്ന് ആലോചിച്ചിട്ടില്ല, ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അച്ഛൻ അല്ല റെനോൾഡ്സ്, താങ്കൾ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ എനിക്കറിഞ്ഞൂടാ അന്ന് എന്തുവാണ് പറ്റിയെന്ന്. ഞാൻ നിങ്ങളുടെ മകനെ എന്തെങ്കിലും ചെയ്തോന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ ഈ ലോകത്തായിരുന്നു. സത്യം പറഞ്ഞത് മറച്ച് വെക്കണ്ടെന്നായിരുന്നു ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് ശരിയാണോ എന്ന്. എനിക്കിത് നേരത്തെ തന്നെ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും എനിക്കതിൻ്റെ ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഞാനെന്തായാലും പോകുന്നതിന് മുമ്പ് ഇത് നിങ്ങളോട് പറയണമെന്ന് എനിക്കിപ്പോൾ തോന്നി. നീ പോകുവാണോ? അതെ, ചില അവസ്ഥ കൊണ്ട് എനിക്കെന്തായാലും ഇപ്പോൾ പോകേണ്ടി വരും. അല്ല നീ എത്ര നാളത്തേക്കും പോകുന്നത്? അറിഞ്ഞൂടാ, ചിലപ്പോൾ വർഷങ്ങളാകുമായിരിക്കും. വർഷങ്ങളോ? അത്രയും താമസമോ എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തർ നേരെ മുന്നിലേക്ക് നടക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കഴിഞ്ഞ ലോകത്ത് എനിക്ക് ഫാമിലി ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വളർന്ന സ്ഥലത്ത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു. ഒരച്ഛനെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റാർക്കും പറ്റാത്ത രീതിയിൽ ഞാനൊരു ഫൈറ്ററായിട്ട് മാറി. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കിട്ടി. എനിക്കെൻ്റെ അനിയത്തിനെ കിട്ടി. അതൊന്നും ഞാൻ ഇതിനു മുമ്പ് അറിഞ്ഞിട്ട് പോലുമില്ല. ഞാനിവിടുത്തെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഫൈറ്ററോ മേജോ ഒന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ ജന്മം വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ അതിലും നല്ലൊരു മനുഷ്യനായിട്ട് ഞാനിവിടെ മാറിയിരുന്നു. ഞാൻ നിങ്ങളെല്ലാവരും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. എന്നെ നല്ലൊരു മനുഷ്യനാക്കിയതിൽ റിയലി താങ്ക്സ്. പിന്നെ എന്നെ ഒരു മകനെ പോലെ കണ്ട് നിങ്ങൾ സ്നേഹിച്ചതിലും റിയലി താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തർ ഒന്നും മിണ്ടാതെ മുമ്പിലേക്ക് നടക്കുവാണ്. അങ്ങനെ ആർത്തറായിട്ട് തിരിച്ച് അവരുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? അതെ, നമുക്ക് പോകാം. അല്ല നീ ഗുഡ് ബൈ പറയാനായിട്ട് ഇരിക്കുന്നില്ലേ?
ഇല്ല, ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെന്തായാലും ഞാൻ താങ്കളുടെ കെയറിലേക്ക് വെക്കുവാണ്. ആർത്തർ, നിന്റെ ഈ എക്സ്പ്രഷൻ എന്നെ നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. നിന്നെപ്പോലെ പാവപ്പെട്ട ഒരു കൊച്ചിൻ്റെ മുഖത്ത് കാണേണ്ട എക്സ്പ്രഷനല്ല ഞാൻ ഈ കാണുന്നത്. വരുന്ന യുദ്ധം അതെന്തും മാത്രം ഭയാനകമാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും നീ പഴയ പോലെ ആയി തീരല്ലേ. നീ എപ്പോഴും ആ ചിരി നിന്റെ മുഖത്തുണ്ടായിരിക്കണം. നീ എന്തായാലും പൊക്കോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയും ചെയ്യേ. ഈ ടൈമിൽ തന്നെ വിസ്റ്റമായിട്ട് ഒരു കാര്യം അവിടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ്റെ ചോര അതിലായിട്ട് ഇടുന്ന അടുത്ത സെക്കൻഡ് അത് വലുതായി ഒരു വലിയൊരു പ്രകാശം ഉണ്ടാകുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ആർത്തർ ചോദിക്കുന്നുണ്ട്, വിസ്റ്റം, എൻ്റെ എക്സ്പ്രഷന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് പേത്തിയോൺ എന്ന് പറയുന്ന ആശ്വാസത്തിലെ ഒരാളുണ്ട്, അവരുടെ കാര്യമാണ് ഓർക്കുന്നത്. അവരുടെ ഫൈനുള്ള വാരിയേഴ്സാണ്. അവരുടെ ഇമോഷൻസിന് വേണ്ടിയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അതെന്തായാലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കും കൂടിയാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് വേണം നീ അവിടേക്ക് വരാൻ. കാര്യം നീ എപ്പിയത്തീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിനക്ക് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ. സോ നീ റെഡിയാണോ? അതെ, ഞാൻ റെഡിയാണ്.